കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിൽ സുരക്ഷാ പരിശോധനയുടെ ഭാഗമായുള്ള മോക്ക് ഡ്രിൽ നടത്തി. വെടിവെച്ചയും ആംബുലൻസുകളുടെ ചീറിപ്പായലുമൊക്കെ ആയതോടെ ബസ് കാത്തുനിന്ന ജനം എന്താണ് സംഭവമെന്നറിയാതെ അന്തം വിട്ടു. 2 പോലീസുകാരെ വെടിവെച്ചിട്ടുവെന്ന വാർത്തയും ഇതോടൊപ്പം പരന്നു. വെടിയേറ്റ പോലീസുകാരെ കൊണ്ടുപോകാൻ വാഹനങ്ങളെത്തിയതോടെ പലർക്കും പരിഭ്രാന്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുമ്പ് തന്നെ ആംബുലൻസ് കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പറന്നു. അല്പനിമിഷം കഴിഞ്ഞ് സുരക്ഷാ പരിശോധനയുടെ ഭാഗമായുള്ള മോക്ക് ഡ്രില്ലാണെന്ന് മനസ്സിലായതോടെയാണ് ആശങ്ക ഒഴിഞ്ഞത്. ജനങ്ങൾ എവിടെയാണ്? എൻ്റെ പാട്ടൊക്കെ മറന്നു. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള ഇവാക്യുവേഷൻ, ഫസ്റ്റ് എയ്ഡ്, ജനങ്ങൾക്ക് എന്ത് സപ്പോർട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ആ സപ്പോർട്ട് കൊടുക്കുക, ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടുന്ന വ്യക്തികളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള നിർദ്ദേശം. ഇന്ന് നമ്മൾ ഈ ഒരു മോക്ക് ഡ്രില്ലിലും അത് തന്നെയാണ് ചെയ്തത്. ഇവാക്യുവേഷൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്തത്. അതാണ് നമുക്ക് പ്രധാനമായിട്ട് തന്നിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും പോലീസിനൊപ്പവും ഫയർഫോഴ്സിനൊപ്പവും നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഈ എന്താ പറയുക, നിലവിലെ യുദ്ധ സമാന സാഹചര്യത്തിന്റെ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായിട്ട് വിവിധ വകുപ്പുകൾ ഏകീകരിച്ചുകൊണ്ട് ഒരു മോക്ക് ഡ്രില്ലാണ് സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി നമ്മൾ നമ്മുടെ കാട്ടാക്കട KSRTC സമീപത്ത് കൃത്രിമമായ ബോംബ് ബ്ലാസ്റ്റ് പോലൊരു സംഭവം ഉണ്ടാക്കുകയും അവിടെ നിന്ന് കാഷ്വാലിറ്റീസിനെ എടുത്തുകൊണ്ട് സമീപ ആശുപത്രിയായ നെയർ മെഡിസിറ്റിലേക്ക് എത്തുകയും ഇവിടെ വെച്ച് കാഷ്വാലിറ്റീസിനെ ട്രീറ്റ് ചെയ്യുന്നതും ഇത് നമ്മുടെ സിവിൽ ഡിഫൻസ്, അതുപോലെ ഈ നാട്ടിലെ സിവിൽ ഡിഫൻസ് വാർഡിന്റെയും മറ്റ് സന്നദ്ധ സംഘങ്ങളുടെ സഹായത്തോടെയാണ് ഈ സംഭവം നടന്നത്. അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, പോലീസ്, റവന്യൂ, പഞ്ചായത്ത്, പിന്നെ ഹെൽത്ത് പോലെ പല ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിലായിരുന്നു, അല്ലെങ്കിൽ അവരുടെ സഹകരണത്തോടെയാണ് ഈ ഒരു അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സാധിച്ചത്.